السلام عليكم ورحمة الله. الحمد لله رب العالمين. العاقبة للمتقين ولا عدوان إلا على الظالمين. وصلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രേഷ്ഠ സമൂഹം, ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്നതാണ് നമ്മുടെ പ്രമേയം. ഉത്കൃഷ്ട മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം ശ്രേഷ്ഠ സമൂഹമായിരിക്കും. ഒരു സമൂഹം ശ്രേഷ്ഠ സമൂഹമാവണമെങ്കിൽ കുറെ വ്യക്തികൾ, കുറെ കുടുംബങ്ങൾ, വ്യക്തികൾ എല്ലാം കൂടി ചേർന്നതാണല്ലോ ഒരു സമൂഹം. ആ സമൂഹത്തിലെ വ്യക്തികളൊക്കെ ശ്രേഷ്ഠ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന, ശ്രേഷ്ഠ ഗുണങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ സമൂഹം ശ്രേഷ്ഠ സമൂഹമായിരിക്കും. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു ക്യാമ്പയിന്റെ പ്രസക്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും മാന്തിപ്പൊളിച്ച് വികൃതമാക്കി സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക തലമുറയാണ് ന്യൂ ജനറേഷൻ എന്ന പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ മതത്തെ നിഷേധിക്കുന്നവർക്കും മതമുള്ളവർക്കും എല്ലാവരും അംഗീകരിക്കുന്ന, മനുഷ്യരായ ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട്. മാനവിക മൂല്യങ്ങൾ. സ്നേഹം, കരുണ, നീതിബോധം, സത്യസന്ധത, ഇതൊക്കെ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നതാണ്. നീതിബോധം ഉണ്ടാവണം എന്നത് മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും അംഗീകരിക്കും. സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളത് മതം വേണമെന്ന് പറയുന്നവനും മതം വേണ്ട എന്ന് പറയുന്നവരും അംഗീകരിക്കും. പരസ്പര സ്നേഹമുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം എന്നത് മനുഷ്യർ മുഴുവൻ അംഗീകരിക്കും. ഇങ്ങനെ മനുഷ്യർ മുഴുവൻ അംഗീകരിക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അനീതി, അക്രമം, ചതി, വഞ്ചന, കളവ്, ഇതൊക്കെ അധാർമികതകളാണ്, അല്ലെങ്കിൽ മാനവിക വിരുദ്ധമാണ്. അത് എല്ലാവരും അംഗീകരിക്കും. മതമുള്ളവരും അംഗീകരിക്കും, മതമില്ലാത്തവരും അംഗീകരിക്കും. ഇവിടെ നമ്മൾ ഒരു ചെറിയ കുട്ടി, മതം എന്തെന്നറിയാത്ത, ധാർമ്മികത എന്തെന്നറിയാത്ത ഒരു ചെറിയ കുട്ടി നമ്മുടെ മുഖത്ത് നോക്കി കളവ് പറയുമ്പോൾ, ഒരു പിഞ്ചു കുട്ടി നമ്മുടെ മുഖത്ത് നോക്കി കളവ് പറയുമ്പോൾ അവന്റെ മുഖം വിവർണമാകുന്നത് കാണാം. അവന്റെ വാക്കുകൾ ഇടറുന്നത് കാണാം. അവന് മനസ്സാക്ഷി കുത്തനുഭവിക്കുന്നതായിട്ട് നമുക്ക് അവന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ എന്താണ് കാരണം? കാരണം ഒന്നുമല്ല, പ്രകൃതിപരമായിട്ട് റബ്ബ് നമ്മെ അറിയിച്ചല്ലോ, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യ മനസ്സിന് അതിന്റെ ധർമ്മത്തെയും വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യ മനസ്സും അതിനെ രൂപപ്പെടുത്തിയവൻ തന്നെയാണ് സത്യം. അല്ല പറയാം ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന് അതിന്റെ അധർമ്മത്തെയും ധർമ്മത്തെയും തോന്നിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ മനുഷ്യരും, അതുകൊണ്ട് മതമുള്ള രാജ്യങ്ങളാണെങ്കിലും മതം വേണ്ട എന്ന് പറയുന്ന രാജ്യങ്ങളാണെങ്കിലും ഒക്കെ അവിടെ നീതി നടപ്പിലാക്കാൻ കോടതികളുണ്ട്. അനീതിയും അക്രമവും കാണിച്ചാൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള പോലീസും വകുപ്പുകളും ഒക്കെയുണ്ട്. എല്ലാവർക്കും ആവശ്യമാണ്. മതം വേണമെന്ന് പറയുന്നവനും മതം വേണ്ട എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഞാനീ പറഞ്ഞ മാനവിക മൂല്യങ്ങൾ വേണം. അതുപോലെ തന്നെ മാനവിക വിരുദ്ധത പാടില്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇവിടെ അള്ളാഹു ഞാൻ പ്രകൃതിപരമായി മനുഷ്യരിൽ നിക്ഷേപിച്ചതാണ് ഈ മാനവിക മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതല്ല. മനുഷ്യന്റെ ബുദ്ധി പുരോഗമിച്ചപ്പോ, മനുഷ്യന്റെ അറിവ് പുരോഗമിച്ചപ്പോ, മനുഷ്യൻ പടിപടിയായി പുരോഗമിച്ചപ്പോ അങ്ങനെ രൂപപ്പെട്ട് വന്നതാണ് ഈ ധാർമ്മിക മൂല്യങ്ങളും മാനവിക മൂല്യങ്ങളും ഒക്കെ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഭൗതികവാദികളൊക്കെ അങ്ങനെ വാദിക്കുന്ന ആളുകളാണ്. പക്ഷേ അത് വിവരക്കേടാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആധുനിക സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കണം. ശാസ്ത്രീയമായി ഇനി പുരോഗമിക്കാൻ എവിടെയും പുരോഗതിയുടെ അങ്ങേ അറ്റത്താണ്. അറിവിന്റെ കാര്യത്തിൽ മനുഷ്യരെല്ലാം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. എന്നിട്ടോ സ്വന്തം അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഭൗതികമായ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം
മാതാപിതാക്കളെയും മക്കളെയും കൊന്നു തള്ളുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അപ്പൊ അറിവ് കൊണ്ടും പുരോഗതി കൊണ്ടും മനുഷ്യന് ധാർമ്മികമായ മൂല്യങ്ങൾ രൂപപ്പെടണമെങ്കിൽ അതുണ്ടാവാൻ പാടില്ലല്ലോ. കാരണം ഇന്ന് വൈജ്ഞാനികമായി അങ്ങേയറ്റത്തെ പുരോഗതിയിലല്ലേ സമൂഹം നിലനിൽക്കുന്നത്. അള്ളാഹ് പറഞ്ഞു, ധാർമ്മിക മൂല്യങ്ങൾ ധർമ്മവും അധർമ്മവും ഞാൻ തോന്നിപ്പിച്ചിരിക്കുന്നു, അതിന്റെ ധർമ്മത്തെ നിങ്ങൾ പരിപോഷിപ്പിക്കണം. നിങ്ങൾക്ക് കൃത്യമായ ധർമാധർമ്മങ്ങൾ വിവരിച്ചു തരുന്ന പ്രവാചകന്മാരെ ഞാൻ നിയോഗിക്കും. എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഹിദായത്ത് വന്നെത്തുമ്പോ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ ഹിദായത്ത് ആര് സ്വീകരിച്ചുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹു മനുഷ്യർക്ക് പ്രകൃതിപരമായി തോന്നിപ്പിച്ച ധർമാധർമ്മങ്ങൾക്ക് പുറമെ കൃത്യമായി ഓരോ കാര്യങ്ങളിലും ഇന്നത് നന്മ, ഇന്നത് തിന്മ, ഇന്നതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്, ഇന്നതൊന്നും നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച മൂല്യങ്ങൾ അനുസരിച്ച് ആര് നിലനിൽക്കുന്നുവോ, അല്ലെങ്കിൽ ഏതൊരു സമൂഹം നിലനിൽക്കുന്നുവോ ആ സമൂഹത്തിന് ഭയപ്പാടില്ലാതെ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ഈ നാട്ടിൽ ഭൂമിയിൽ ജീവിക്കാം. ഇതാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. മിന്നി ഹുദം ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മിന്നി ഹുദ, എന്നിൽ നിന്ന് ഹിദ വന്നെത്തുമ്പോ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ ഹിദായത്ത് ആര് പിന്തുടരുന്നുവോ അവര് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന സമൂഹത്തിൽ ഇന്ന് ഈ യാഥാർത്ഥ്യം അള്ളാഹു നമ്മെ അറിയിച്ചു തന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി ജീവികളിൽപ്പെട്ട ഒരു ജീവിവർഗം മാത്രമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന് മാത്രം അങ്ങനെ ഒരു ധർമാധർമ്മങ്ങളുടെ വേർതിരിവിന്റെ ആവശ്യമില്ല, ധാർമ്മിക മൂല്യങ്ങളുടെ ആവശ്യമില്ല. ആകാശത്തെ പറവകളൊന്നും വേളി കഴിക്കാറില്ല, ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. അപ്പൊ ബന്ധങ്ങൾ വേണ്ടതില്ല, വൈവാഹിക ബന്ധം വേണ്ടതില്ല, ധാർമ്മിക മൂല്യങ്ങൾ വേണ്ടതില്ല. മറ്റ് കോടിക്കണക്കിന് ജീവികളെ പോലെ സ്വതന്ത്രരായി, സർവതന്ത്ര സ്വതന്ത്രരായി ജീവിച്ചാൽ മതി എന്ന് വാദിക്കുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം വേണ്ടതില്ല, കുടുംബജീവിതം വേണ്ടതില്ല, വസ്ത്രധാരണത്തിന് വിധിവിലക്കുകൾ ആവശ്യമില്ല, ജീവിതത്തിൽ അടുക്കും ചിട്ടയും അച്ചടക്കവും ആവശ്യമില്ല. ഓരോരുത്തർക്കും നല്ലത് മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ എൻ്റെ ചോയ്സ് അനുസരിച്ച്, എനിക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഞാൻ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് എല്ലാ സദാചാര നിയമങ്ങളെയും അതിലംഘിച്ച് ജീവിക്കുന്ന ആളുകൾ, അതാണ് പുരോഗതി എന്ന് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോ, വൈജ്ഞാനികമായി പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലെ കാടൻ അറബികളെ സംസ്കരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ഉണ്ടാക്കിയിട്ടുള്ള ആ കാടൻ നിയമങ്ങളൊന്നും ഈ പുരോഗതി പ്രാപിച്ച സമൂഹത്തിന് ആവശ്യമില്ല. ഈ സമൂഹം വൈജ്ഞാനികമായ പുരോഗതി നേടിയവരാണ്, വിവരമുള്ളവരാണ്, ഓരോരുത്തർക്കും അവനവന്റെ വിവരത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് വാദിക്കുന്ന ആൾ. നമുക്കവിടെ വിശ്വാസികൾ എന്നുള്ളത് നമുക്ക് പറയാനുള്ള എന്താന്ന് ചോദിച്ചാൽ, 6-ാം നൂറ്റാണ്ടിലെ കാടൻ അറബികളെ ഏതൊരു വിജ്ഞാനം കൊണ്ടും ആദർശം കൊണ്ടുമാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചത്, അതേ വിശ്വാസാദർശങ്ങൾ തന്നെ പര്യാപ്തമായതാണ് ആധുനിക കാലഘട്ടത്തിലെ കാടന്മാരെയും സംസ്കരിക്കാൻ. വിശ്വാസികൾ എന്നൊക്കെ നമുക്ക് പറയാനുള്ളതാ. ആധുനിക കാലഘട്ടത്തിൽ മൃഗീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഭൗതിക സുഖത്തിന് വേണ്ടി സ്വന്തം മക്കളെ പാറയിൽ അടിച്ചു കൊല്ലുന്ന ആളുകൾ, വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ആളുകൾ, സ്വന്തം മാതാപിതാക്കളെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കൊന്നു തള്ളുന്ന ക്രൂരന്മാർ, അത്തരത്തിലുള്ള ക്രൂരന്മാരെയും കിരാതന്മാരെയും ഒക്കെ സംസ്കരിക്കാൻ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ കാടൻ സമൂഹത്തെ സംസ്കരിക്കാൻ ഉപയോഗിച്ച അതേ ആദർശം തന്നെ മതിയായതാണ് ആധുനിക കാലഘട്ടത്തിലെയും കാടന്മാരെ സംസ്കരിക്കാൻ എന്നാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇവിടെ
സദാചാര നിയമങ്ങളൊന്നും ആവശ്യമില്ല. ഓരോരുത്തർക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാലും മതി. ഓരോരുത്തർക്കും എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് ജീവിക്കാം. അവിടെ ആണും പെണ്ണും ധാർമ്മിക ജീവിതം അനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതില്ല. എനിക്കൊരാണിനെയാണ് വേണ്ടതെന്ന് തോന്നിയാൽ ആണിനെ സ്വീകരിക്കണം. എനിക്കൊരു പെണ്ണിനെയാണ് വേണ്ടതെന്ന് തോന്നിയാൽ പെണ്ണിനെ സ്വീകരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അതൊക്കെയാണ് കാലഘട്ടത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ഒരു സമൂഹം. അത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഈ ന്യൂ ജനറേഷനിൽ എന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രമേയത്തിൽ ക്യാമ്പയിൻ നടത്തേണ്ടി വരുന്നത്. ഖുർആൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് പറയുന്ന ഈ പുരോഗതിയായി പറയുന്ന ഇത്തരം ന്യായവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലെങ്കിൽ പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടുള്ള ആദർശങ്ങളൊക്കെ പഴഞ്ചനാണ്, കാലത്തിന് കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറയാനുള്ളൊരു കാരണമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാം? ഇവർക്ക് യാതൊരു നിയമങ്ങളും വിലക്കുകളും ഇല്ലാതെ താന്തോന്നികളായി ജീവിക്കണം. ആ താന്തോന്നികളായി ജീവിക്കാൻ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരും അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച നന്മ തിന്മകളും ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ തടസ്സമാണ്. അപ്പൊ എന്ത് വേണം? പഴയ നിയമങ്ങൾ പ്രവാചകന്മാർ പഠിപ്പിച്ചതൊക്കെ പഴഞ്ചനാണ്, കാടനാണ്, കാട്ടറബികൾക്കുള്ളതാണ്. അത് ആധുനിക കാലഘട്ടത്തിൽ വൈജ്ഞാനിക പുരോഗതി നേടിയ കാലഘട്ടത്തിലേക്ക് പര്യാപ്തമല്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എന്താവാം? അവർക്ക് താന്തോന്നികളായി ജീവിക്കാം. പരസ്പര സ്നേഹബന്ധങ്ങളില്ലാതെ, കുടുംബ ബന്ധങ്ങളില്ലാതെ, മാനവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാതെ താന്തോന്നികളായി പെണ്ണും പെണ്ണും തമ്മിലും ആണും തമ്മിലും മൃഗവും മനുഷ്യനും തമ്മിലും ഇങ്ങനെ തെമ്മാടിത്തത്തിൽ മുഴുകിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ മതത്തെ തള്ളിപ്പറയുന്നത് എന്നാണ് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത്. സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. എന്താണ് അവര്? അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. അവര് ആഖിറത്തിലെ ജീവിതത്തെക്കാൾ ദുനിയാവിലെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. പരലോകം എന്നത് അവരുടെ അജണ്ടയിലില്ല. അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. അപ്പൊ കിട്ടിയ ജീവിതം സ്വർഗീയമാക്കണം, സുഖിച്ച് അങ്ങനെ മതിച്ച് ജീവിക്കണം. അതിനുവേണ്ടി അവർക്ക് അത്തരത്തിലുള്ള സത്യനിഷേധികൾക്ക് നാശം. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന് വക്രത ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് അത് പഴഞ്ചനായത്, കാടനായത്. അല്ലാതെ കൃത്യമായി ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള ആളുകൾക്കൊന്നും ധാർമ്മിക മൂല്യങ്ങൾ പഴഞ്ചനല്ല, കാടനല്ല. അള്ളാഹ് പറയാം, ഇവർക്ക് താന്തോന്നികളായി ജീവിക്കണം. ദുനിയാവിലെ പരലോകം എന്ന ഒരു ചിന്ത തന്നെ ഇല്ലാതെ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം. ഇപ്പൊ വൈലുല്ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. അത്തരത്തിലുള്ള കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. എന്നിട്ട് പറയാം, ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലാകുന്നു എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. എന്നിട്ട് ഖുർആൻ മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദ്. അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ നാം ആക്കുമോ കൽ മുഫ്സിദീന ഫിൽ അർദ്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ പോലെ. അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അല്ലെങ്കിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്ന സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളെ തെമ്മാടികളെ പോലെ നാം ആക്കുമോ? മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നു, അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അഫമൻ യഅലമു, അപ്പോൾ അറിയില്ല, അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്, റബ്ബിൽ നിന്ന് അവതീർണമായത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരുവൻ കമൻ ഹുവ അഅമ, അന്ധനെ പോലെയാകുമോ? അത് മനസ്സിലാക്കാത്ത അന്ധന്മാരെ പോലെയാകുമോ? എന്നിട്ട് അല്ലാഹ് പറയാ, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്.
ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇത് പറഞ്ഞ അതേ റബ്ബ് തന്നെയാണ് എന്ത് പറയുന്നത്? മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് നിങ്ങൾക്ക് രണ്ട് ഉയർന്നു നിൽക്കുന്ന മാർഗങ്ങൾ നൽകിയിരിക്കുന്നു. നജിദൈൻ എന്ന് നജിദൈൻ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ എന്നാണ്. അപ്പൊ ഉയർന്നു നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ എന്ന് റബ്ബ് പറയുന്നു. മാത്രമല്ല, നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളെ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഒന്ന് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ, മനുഷ്യ മനസ്സിന് അതിന്റെ ധർമ്മവും തോന്നിപ്പിച്ചു അധർമ്മവും തോന്നിപ്പിച്ചു. അപ്പൊ ഒന്ന് നന്മയുടെയും ധർമ്മത്തിന്റെയും മാർഗം, മറ്റൊന്ന് അധർമ്മത്തിന്റെയും തോന്നിവാസങ്ങളുടെയും മാർഗം. ഈ രണ്ട് മാർഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതാണ് എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കും. നജിദൈൻ, ഉയർന്നു നിൽക്കുന്നതാണ്. അവിടെ ബുദ്ധിയുള്ള, അള്ളാഹ് പറഞ്ഞില്ല ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. വളരെ കൃത്യമായിട്ട് ഈ നന്മയുടെ മാർഗവും തിന്മയുടെ മാർഗവും കൃത്യമായി ഉയർന്ന് തന്നെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. നന്മയുടെ മാർഗം സ്വീകരിച്ച, സ്നേഹവും കരുണയുമുള്ള, സത്യസന്ധതയും നീതിബോധവുമുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ള ആളുകളുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും, അവരുടെ മുഖപ്രസന്നതയും, അവരുടെ ജീവിതത്തിലെ വിശുദ്ധിയും, അവരിൽ കാണാവുന്ന നന്മയും എല്ലാം, അത്തരത്തിലുള്ള സമൂഹം ഒന്നിച്ചു ചേരുന്ന സമൂഹത്തിലുള്ള നന്മയും ഒക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾ നേരിടുന്ന മാനസികമായ സംഘർഷങ്ങളും, അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും, അവർ സമൂഹത്തിൽ നേരിടുന്ന അപമാനവും ഒറ്റപ്പെടലും, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അന്തസ്സോടെ, അഭിമാനത്തോടെ, മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രസന്നമായ മുഖത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ മാത്രമാണ്. തമ്മാടികൾ അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ തമ്മാടിത്തമാണ്, ഇരുട്ടാണ്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാനസികമായ സംഘർഷമാണ്, സന്തോഷമില്ലാത്ത ജീവിതമാണ്, അവരിൽ നിന്ന് ഒരു പ്രകാശവും നമുക്ക് സ്വീകരിക്കാനില്ല എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതാ റബ്ബ് ഹദൈനാഹുൻ നജ്ദൈൻ, കൃത്യമായി ഉയർന്നിങ്ങനെ വേർതിരിച്ചു നിൽക്കുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ ഓരോ നാട്ടിലും നമ്മൾ എടുത്തു നോക്കിയാല് മദ്യത്തിന് അടിമപ്പെട്ട് സമ്പത്ത് മുഴുവൻ നശിച്ച്, കുടുംബ ബന്ധങ്ങൾ തകർന്ന്, ആരോഗ്യം നശിച്ച്, ലിവർ തകരാറായി, കുടുംബങ്ങൾ ഭാര്യയൊക്കെ ഇട്ടെറിഞ്ഞ് ഒഴിവാക്കി പോയി, അല്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും ഉപദ്രവിച്ച്, അങ്ങനെ കുടുംബത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഓരോ നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ വളരെ നല്ല സ്നേഹത്തിലും സഹകരണത്തിലും സത്യവും നീതിയും ധർമ്മവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ കൃത്യമായി ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തും നമുക്ക് കണ്ടറിയാൻ സാധിക്കും. അതാണ് നജ്ദൈൻ എന്ന് പറഞ്ഞ കൃത്യമായി ഉയർന്നു നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവര് ഈ ധാർമ്മിക മൂല്യബോധമുള്ള ആളുകളുടെ ജീവിതത്തിൽ അവർ ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും ആ സന്തോഷവും സമാധാനവും. അത് കേവലം താൽക്കാലികമായി ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിൽ നിന്ന് കിട്ടുന്ന സമാധാനം പോലെ അല്ല എന്നൊരു മുഅ്മിനറിയാം. മഹാനായ ഇമാം ഹസൻ ബസരി റഹ്മഹുല്ല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് തന്റെ മനസ്സിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പറയുന്ന, റബ്ബുമായി ഹൃദയബന്ധമുള്ള ഒരു വിശ്വാസി ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും, ആ സന്തോഷവും സമാധാനവും ഒരു ക്ലബിൽ ഒരുമിച്ച് കൂടി സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരുമിച്ച് കൂടുന്ന രാജാക്കന്മാരും അവരുടെ മക്കളും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ നമ്മോട് വാളുമായി യുദ്ധത്തിന് വരുമായിരുന്നു എന്ന് വരെ ഇമാം ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ കൃത്യമായി അനുഭവിച്ചറിയാവുന്ന, കണ്ടറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഈ നജ്ദൈൻ എന്നത്, രണ്ട് ഉയർന്നു നിൽക്കുന്ന മാർഗങ്ങൾ എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം, ചിന്തിക്കണം. അത് അല്ലാഹു ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു.
ഇവിടെ സ്വാഭാവികമായിട്ടും ഞാൻ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് തോന്നും, അങ്ങനെയാണെങ്കിൽ ഈ മതമൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇങ്ങനെ മതബോധത്തോടു കൂടി ജീവിക്കാത്ത ആൾക്കാരും കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ഭാര്യയും മക്കളുമായിട്ട് അല്ലെ മാതാപിതാക്കളായിട്ട് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? കുറെ കുടുംബങ്ങളുണ്ട്. പക്ഷെ അവര് സ്നേഹത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കും, പരസ്പര ബന്ധത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കും, നീതിബോധമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ കുടുംബത്തിൽ അടിയും പൊട്ടലും ചീറ്റലും ഉണ്ടാവും. കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ, മതം വേണ്ട എന്ന് പറയുന്നവനും കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവെങ്കിൽ മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും അംഗീകരിക്കുന്ന അള്ളാഹു സ്വയം മനസ്സിന് തോന്നിപ്പിച്ച ധാർമ്മിക മൂല്യങ്ങളില്ലേ, ആ ധാർമ്മിക മൂല്യങ്ങൾ, സ്നേഹം, കരുണ, പരസ്പര വിശ്വാസം, നീതിബോധം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന കുടുംബത്തിന് മാത്രമേ മതം ഒഴിവാക്കിയാലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി അവർ മതബോധവും കൂടി ഉള്ളവരായിരുന്നുവെങ്കിൽ അവരാ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ഇഹലോകത്ത് സന്തോഷ ജീവിതം കിട്ടിയതിനേക്കാൾ ഉപരിയായി നാളെ പരലോകത്തും സന്തോഷ ജീവിതം കിട്ടുമായിരുന്നു, ഉന്നതമായ സ്ഥാനവും പദവിയും കിട്ടുമായിരുന്നു. അപ്പോ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഭൗതിക ലോകത്ത് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. മതബോധവും കൂടി ഉണ്ടാകുമ്പോൾ, പരലോക ബോധവും കൂടി ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളോട് സ്നേഹം കാണിച്ചതിന്, മക്കളോടും ഭാര്യയോടും സ്നേഹം കാണിച്ചതിന്, പരസ്പര ബാധ്യതകൾ നിർവഹിച്ചതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലവും കൂടി കിട്ടുമായിരുന്നു എന്ന് മാത്രം. അത് ദുനിയാവ്, പരലോക വിശ്വാസം ഇല്ലാത്തവന് കിട്ടൂല, അതുകൊണ്ട് ദുനിയാവിൽ മാത്രം ജീവിതമായി. അപ്പം മതബോധം ഇല്ലാത്തവനും സമാധാനത്തോടു കൂടി ജീവിക്കുന്നു എന്ന് നമ്മൾ വാദിക്കുമ്പോൾ അതിതാണ് അള്ളാഹു കണക്കാക്കിയ കുറെ മാനവിക മൂല്യങ്ങളുണ്ട്. ആ മാനവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത്. അതാ അള്ളാഹു വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ദുനിയാവിലും ഭയവും ദുഃഖവുമില്ല, ആഖിറത്തിലും ഭയവും ദുഃഖവും ഒട്ടുമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നവരാണ് അള്ളാഹുവിനെ മുറുകെ പിടിച്ച്, അള്ളാഹു പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ. മനസ്സിന് ടെൻഷനില്ല, പ്രയാസങ്ങളില്ല, സംഘർഷങ്ങളില്ല, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ദുനിയാവിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതം. എന്നാൽ സത്യനിഷേധികളുടെ ജീവിതത്തെക്കുറിച്ച്, സത്യനിഷേധികളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു അവന്റെ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വളരെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടുന്ന ആയത്തുകൾ. സൂറത്തുൽ നൂറില് സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഔകലുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതുൻ ബഅദുഹാ ഫൗക ബഅദിൻ ഇദാ അഖറജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ വല്ലദീന കഫറു അഅമാലുഹും. സത്യനിഷേധികളുടെ പ്രവർത്തനത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്, മരീചിക പോലെയാണ്. അവര് പരലോകത്തെത്തുമ്പോൾ അവരുടെ കർമ്മങ്ങൾക്ക് ഫലം അനുഭവിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഒരു ഫലവും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ശേഷം രണ്ടാമത്തെ ഉദാഹരണമായിട്ട് അള്ളാഹ് പറയാ ഔകലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിൻ, അല്ലെങ്കിൽ ആഴക്കടലിലെ അന്ധകാരം പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ആഴക്കടലിൽ അന്ധകാരം പോലെയാണ്. യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ്. ആ ആഴക്കടലിന് മുകളിൽ തിരമാലകളുണ്ട്, അതിന്റെ മുകളിലും തിരമാലകളുണ്ട്. ആകാശത്താവട്ടെ കാർമേഘങ്ങളുണ്ട്, കൂരിരുട്ടുള്ള മേഘങ്ങളുണ്ട്. അത്തരത്തിൽ അഗാധമായ അന്ധകാര, സമുദ്രത്തിന്റെ അന്ധകാരത്തിൽ പെട്ടവനെ പോലെയാണ് സത്യനിഷേധി. എന്നിട്ട് പറയുന്ന വാക്ക് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാന, അവന്റെ കൈ നീട്ടിയാൽ അവന് കാണാൻ സാധ്യമല്ലാന്ന്. നമ്മൾ മലയാളത്തിൽ പറയല്ലോ കണ്ണ് കുത്തിയാൽ കാണാത്ത ഇരുട്ട് എന്ന് പറയില്ലേ. അപ്പൊ ഈ കണ്ണിൽ കൈ കുത്തിയാൽ കാണാത്ത ഇരുട്ടിലാണ് സത്യനിഷേധികൾ ഉള്ളത് എന്ന് അള്ളാഹു ഖുർആനിൽ പറയാം. അത് കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കണം. അതാണ് അള്ളാഹ് ഖുർആനിൽ എത്ര സ്ഥലത്താണ് ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമേ ചിന്തിക്കുള്ളൂ, ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമേ ചിന്തിക്കുള്ളൂ, ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമേ കാര്യം മനസ്സിലാക്കുള്ളൂ എന്ന് പറഞ്ഞ്. ഇവിടെ നോക്കൂ നിങ്ങൾ, സത്യനിഷേധികളുടെ പ്രവർത്തനം കണ്ണിൽ കൈകുത്തിയാൽ കാണാത്ത ഇരുട്ടാണെന്ന് റബ്ബ് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും.
നോക്കൂ നിങ്ങൾ, ലോക എയ്ഡ്സ് ദിനമുണ്ട്. ലോക എയ്ഡ്സ് ദിനം എന്തിനാണ് ലോക എയ്ഡ്സ് ദിനം അവർ പ്രഖ്യാപിച്ചത്? ഈ ലോക എയ്ഡ്സ് ദിനം പ്രഖ്യാപിച്ചത് മനുഷ്യരെ എയ്ഡ്സിനെ കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ട് 1925 ആകുമ്പോഴേക്ക് ലോകത്ത് മനുഷ്യ സമൂഹത്തിൽ നിന്ന് എയ്ഡ്സ് എന്ന രോഗം ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ലോക എയ്ഡ്സ് ദിനം പ്രഖ്യാപിച്ചത്. പക്ഷെ ഈ ബോധവൽക്കരണങ്ങളും എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ നടക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് എന്താണ്, യാതൊരു വിധിവിലക്കുകളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം. അത് ആണും പെണ്ണും മൃഗങ്ങളും എങ്ങനെയും ആവാമെന്ന് പഠിപ്പിക്കാം. അതാ അള്ളാഹ് പറയുന്നത്. അവരുടെ പ്രവർത്തനം, സത്യനിഷേധികളുടെ പ്രവർത്തനം, ഇതാ അഹ്റജ യദഹുലം യക്കത് യറാ, കണ്ണ് കുത്തിയാ കാണാത്ത ഇരുട്ട് പോലെ. എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇതുപോലെ തന്നെയാണ്, നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടില് ഈ ഗവൺമെന്റുകളുടെ കീഴില് മദ്യവർജന സമിതികളുണ്ട്. ഈ മദ്യത്തിനെയും ലഹരി വസ്തുക്കൾക്കുമെതിരെയുള്ള ബോധവൽക്കരണങ്ങളുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ ചെലവ് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാരണം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റിനും എല്ലാവർക്കും അറിയാം, ഭരണാധികാരികൾക്കും ബുദ്ധിയുള്ളവർക്കും ചിന്താശേഷിയുള്ളവർക്കും ഒക്കെ അറിയാം, എല്ലാ തിന്മകളുടെയും മാതാവാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി വസ്തുക്കൾ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ബാലുശ്ശേരിക്കടുത്ത് ഒരു മകൻ അച്ഛനെ അടിച്ചു കൊന്നു. എന്താണ്? രണ്ടാളും കൂടി കൂളായിട്ട് മദ്യപിച്ചു. പിന്നെ വാക്ക് തർക്കമുണ്ടായി. മകന് അച്ഛനെ വല്ലാതെ മർദ്ദിച്ചു. അങ്ങനെ ആന്തരികാവയവങ്ങളൊക്കെ തകരാറായി മരണപ്പെട്ടു. അപ്പൊ എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും അടിസ്ഥാനം ലഹരിയാണ് എന്ന് ഭരണകർത്താക്കൾക്കറിയാം, നേതാക്കന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അതിനെതിരെയുള്ള ബോധവൽക്കരണം വളരെ കൃത്യമായി നടക്കുന്നു. പക്ഷെ ആ ബോധവൽക്കരണം നടക്കുന്ന അതേ സമയത്ത് അപ്പുറം മദ്യം സുലഭമായി ലഭിക്കുന്ന രൂപത്തില് അതിന്റെ ഷോപ്പുകൾ ഇങ്ങനെ തുറക്കുകയാണ്. എന്നിട്ട് അതിലൂടെ കിട്ടുന്ന കോടികളുടെ വരുമാനം ഗവൺമെന്റ് കൊണ്ട് ഖജനാവ് നിറക്കുക. അത് അള്ളാഹ് പറഞ്ഞു, ഇതാ അഖ്റജ യദഹു ലം യക്കദ് യറാഹ. അവരുടെ പ്രവർത്തനം കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട് പോലെയാണ് സത്യനിഷേധികളുടെ പ്രവർത്തനം. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത് എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇത് എയ്ഡ്സിനെതിരെയാണെങ്കിലും ലഹരി വസ്തുക്കൾക്കെതിരെയാണെങ്കിലും മറ്റ് അധാർമികൾക്കെതിരെ ഇപ്പം നമ്മൾ കുടുംബം വേണം, സ്നേഹബന്ധം വേണം, സാഹോദര്യം വേണം, കെട്ടുറപ്പ് വേണം സമൂഹത്തിന് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയാം. എന്നിട്ട് വിദ്യാഭ്യാസ രംഗത്ത് സകലവിധ തോന്നിവാസങ്ങളും വ്യാപകമാകുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഈ വൈരുദ്ധ്യങ്ങൾ നോക്കി. അപ്പൊ അള്ളാഹ് പറഞ്ഞ വാക്ക് എത്ര ചിന്തിക്കണം നമ്മൾ. ഓരോ രംഗവും നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കി. അള്ളാഹ് പറഞ്ഞ വാക്ക് എത്ര അത്ഭുതകരമാണ്. ആഴക്കടലിലെ ഇരുട്ടിനെ പോലെ അതിനുമേലെ ഇരുട്ടുള്ള തിരമാലകളുണ്ട്, അതിനുമേലെയും തിരമാലകളുണ്ട്. ആകാശത്താപത്തിട്ട് കറുത്തിരുണ്ട കാർമേഘങ്ങളുണ്ട്. അത്തരത്തിലുള്ള കണ്ണിൽ കുത്തിയാൽ പോലും കാണാത്ത ഇരുട്ടിലാണ് സത്യനിഷേധികൾ. നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ആ സമൂഹത്തിൽ. അതാണ് അള്ളാഹു നമുക്ക് കൃത്യമായി ഉയർന്നു നിൽക്കാവുന്ന 2 മാർഗങ്ങൾ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. 10 മണിയാകുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ സൂറത്ത് ലുക്മാൻ നബി അലൈഹിസ്സലാം മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറെ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ധാർമ്മിക നിങ്ങൾ പിന്നെ ശിർക്ക് ചെയ്യാൻ പാടില്ല. മനുഷ്യൻ ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് പ്രകൃതിപരമായി കിട്ടിയതാണ് നീതിബോധം, പ്രകൃതിപരമായി കിട്ടിയതാണ് സ്നേഹം, സത്യസന്ധത. ഇതൊക്കെ മനുഷ്യർക്ക് പ്രകൃതിപരമായിട്ടുള്ള ബോധമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അത് നീതിബോധവും സത്യസന്ധതയും അതുപോലെ തന്നെ സ്നേഹവും കരുണയും, ഇത്തരം വികാരങ്ങളൊക്കെ മതമുള്ളവനും മതമില്ലാത്തവനും അംഗീകരിക്കാൻ കാരണം അത് പ്രകൃതിപരമായി കിട്ടിയതാണെന്നതുകൊണ്ടാണ്. ഈ നീതിബോധത്തിൽ ഓരോ മനുഷ്യനും അറിയാവുന്നതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന അനീതികളിൽ വെച്ച് ഏറ്റവും വലിയ അനീതി എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുകയും ചെയ്ത ഏകനായ റബ്ബിലേക്ക് ഞാൻ മനസ്സിനെ സമർപ്പിക്കേണ്ടതിന് പകരം ഞാൻ മറ്റ് സൃഷ്ടികളിലേക്ക് മനസ്സിനെ സമർപ്പിക്കുന്നു എന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് ഓരോ മനുഷ്യനും ബോധ്യപ്പെടും. അതാണ് ലുക്മാൻ നബി അലൈഹിസ്സലാം ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്കാണ് ഏറ്റവും വലിയ അനീതി എന്ന് മകന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നീട് നീ ഒരു ചെറിയ
നന്മ, ഒരു ചെറിയ തിന്മ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച് അതൊരു ഏതെങ്കിലും പാറക്കെട്ടുകൾക്കുള്ളിൽ ആയാൽ പോലും, സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലായാൽ പോലും റബ്ബ് അത് വിചാരണക്ക് കൊണ്ടുവരും എന്ന് പഠിപ്പിക്കുന്നു. ഇങ്ങനെ കൃത്യമായി ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. സൂറത്ത് അഅറാഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയാണ്, കുൽ നബിയെ അവരോട് പറയുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, എൻ്റെ റബ്ബ് എല്ലാ മ്ലേച്ഛ വൃത്തികളെയും നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ വൃത്തികേടുകളെയും റബ്ബ് നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. വൽ ഇസ്മ, എല്ലാ അധർമ്മത്തെയും, വൽ ബഗയ ബിഗൈരിൽ ഹഖ്, എല്ലാ അന്യായമായ കയ്യേറ്റങ്ങളെയും റബ്ബ് നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ധർമ്മത്തെയും അധർമ്മത്തെയും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രഹസ്യവും പരസ്യവുമായ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാം. മനസ്സമാധാനത്തോടുകൂടി സംതൃപ്തിയടഞ്ഞ മനസ്സോടുകൂടി ലോകത്തോട് വിട പറയുകയും റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യാം. റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.